വണ്ണം ഒരു ഭംഗിയുടെ പ്രശ്നമല്ല, അതൊരു രോഗമാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോൾ ഡോക്ടറെ കാണണം? ഇന്ന് ഞാൻ കൃത്യമായി അക്കങ്ങൾ നിരത്തി കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്പർ 1, BMI. നമുക്ക് പാശ്ചാത്യരെ പോലെ BMIയിൽ അതേ പരിധിയല്ല. നമ്മളുടെ പരിധി 23 മുകളിൽ ഓവർ വെയ്റ്റ്, 25 മുകളിൽ ഒബേസ്. എന്തുകൊണ്ട് BMI നമുക്ക് കുറവ്? കാരണം തിൻ ഫാറ്റ് ഇന്ത്യൻ എന്ന പ്രതിഭാസം. ഒരേ BMIയിൽ ഒരു ഇന്ത്യക്കാരനെ പാശ്ചാത്യരെ കമ്പയർ ചെയ്യുമ്പോൾ കൊഴുപ്പ് കൂടുതലും പേശിക്കുറവുമാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അപകടത്തിലാണ്. നമ്പർ 2, നമ്മളുടെ അരവണ്ണം. ഇത് BMIയേക്കാൾ പ്രധാനമുള്ളൊരു കാര്യമാണ്. പുരുഷന് 90 സെന്റിമീറ്ററിൽ കൂടുതൽ, സ്ത്രീക്ക് 80 സെന്റിമീറ്ററിൽ കൂടുതൽ അരവണ്ണം ഉണ്ടെങ്കിൽ അത് അപകടമാണ്. നമ്മൾ നാഭിക്കു ചുറ്റും അളക്കുക, അതും ശ്വാസം വിട്ടതിന് ശേഷം. വയറ് ഒതുക്കി പിടിക്കരുത്. നമ്പർ 3, ചില അപകട സൂചനകൾ. ഈ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. 1, കൂർക്കം വലി, പകലുറക്കം, കഴുത്തിന് ബാക്കിലായിട്ട് കറുപ്പു നിറം, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന നിറം, മാസമുറ, പീരീഡ്സ് താറുമാറാവുക, അതായത് PCOS. നിങ്ങളുടെ സ്കാനിൽ ഫാറ്റി ലിവർ കാണിക്കുക. പ്രീ ഡയബറ്റിക്സ്, അതായത് HbA1c 5.7 മുകളിൽ വരിക, കാൽമുട്ട് വേദന, വന്ധ്യത, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഈ ഭാരം കുറക്കുന്നതിന്റെ ചികിത്സയുടെ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ സ്റ്റെപ്പ്, ജീവിതശൈലി. ഇത് എല്ലാവർക്കും നിർബന്ധമായിട്ടുണ്ടാവേണ്ടതാണ്. ഇതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. 2ാമത്തെ സ്റ്റെപ്പാണ് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി. ഇത് ഒരു ഡോക്ടർ, ഡയറ്റീഷ്യന്റെ മേൽനോട്ടത്തിൽ നടത്തേണ്ടതാണ്. സ്റ്റെപ്പ് നമ്പർ 3, മരുന്ന്. BMI 30 മുകളിൽ അല്ലെങ്കിൽ BMI 27 അതോടൊപ്പം തന്നെ പ്രമേഹം, പ്രഷർ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ. അടുത്ത സ്റ്റെപ്പാണ് ബാരിയാട്രിക് സർജറി. ഇന്ത്യക്കാർക്ക് BMI 37.5 മുകളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 32.5 അതിന് മുകളിലോ അതിനോടൊപ്പം തന്നെ പ്രമേഹവും ഉണ്ടെങ്കിൽ, ഇതൊരു എളുപ്പ വഴിയൊന്നല്ല കേട്ടോ. ഇതൊരു ഗുരുതരമായിട്ടുള്ളൊരു സർജറി തന്നെയാണ്. വൈറ്റമിൻ സപ്ലിമെന്റ് എപ്പോഴും എടുത്തുകൊണ്ടേയിരിക്കണം. ഇതിൽ ഏറ്റവും വലിയ പ്രധാനമുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു 5 to 10% കുറച്ചാൽ മതി, നിങ്ങളുടെ മിക്ക രോഗങ്ങളും മാറും. അതായത് 90 കിലോ ഉള്ള ഒരാൾക്ക് ഒരു 9 കിലോ കൊണ്ട് കുറച്ചാൽ മതി, ജീവിതം തന്നെ മാറാൻ. അത് 60 പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഡോക്ടർ അങ്കിളിന്റെ ലൈൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒറ്റക്ക് 6 മാസം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടെങ്കിൽ ഇനി ശ്രമിക്കേണ്ടത് കൂടുതൽ ശക്തിയോട് കൂടിയല്ല, കൂടുതൽ സഹായത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കഥയാണ്, മൊയ്തീന്റെ കഥ. അതിൽ ചിരിക്കാനൊന്നുമില്ല കേട്ടോ. ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് എല്ലാ രോഗികൾക്കും വേണ്ടിയാണ്. അപ്പോൾ see you tomorrow. Bye bye.